എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട്. കഴിഞ്ഞ ആഴ്ചയിൽ ലോകം മൊത്തമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാരസെറ്റമോൾ ഓട്ടിസത്തിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു വാർത്താ സമ്മേളനവും അതിൽ പറഞ്ഞ ചില പരാമർശങ്ങളും ഒക്കെയാണ്. പാരസെറ്റമോൾ കഴിച്ച ഗർഭിണികൾക്കുണ്ടാകുന്ന കുട്ടികളിൽ ഓട്ടിസം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പാരസെറ്റമോൾ വളരെ മാരകമായിട്ടുള്ള ഒരു വിഷപദാർത്ഥമാണ്, അത് കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. ശരിക്കും ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ പറയുന്നത് കൊണ്ടാണ്. എന്നാൽ അത് ട്രംപ് പറയുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ അതിനെ അത്രയധികം ഒരു സീരിയസ്നെസ്സോട് കൂടി എടുക്കാറുമില്ല. കാരണം ട്രംപ് മുൻപ് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും ഇതുപോലെ തന്നെ ഒരു വളരെ വലിയ മണ്ടത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ടൈമിൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ്, നമ്മൾ കയ്യിലൊക്കെ തുടച്ചാൽ ബാക്ടീരിയയും വൈറസും ചത്തുപോകുന്ന ആൻറ്റി ഇൻഫെക്റ്റീവ് സൊല്യൂഷൻസ് എന്തുകൊണ്ട് IV ആയിട്ട് കൊടുത്തുകൂടാ, എന്തുകൊണ്ട് കുടിച്ചുകൂടാ എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ആഗോളതാപനത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ആഗോളതാപനത്തിന് എതിരെയുള്ള ലോക നേതാക്കളുടെ കോൺഫറൻസിൽ പങ്കെടുക്കാതെ അദ്ദേഹം പറഞ്ഞത്, എനിക്കിവിടെ വളരെ തണുപ്പാണ്, എനിക്കങ്ങനെ ചൂടൊന്നും തോന്നുന്നില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല പ്രസ്താവനകളും മുമ്പ് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ലോകം മൊത്തം ഗർഭിണികളോ അല്ലാത്തവരോ കുഞ്ഞു കുട്ടികൾ, നവജാത ശിശുക്കൾ മുതൽ വളരെ പ്രായമായ മനുഷ്യർ വരെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് എന്നുള്ള നിലയിൽ അത് ഉപയോഗിക്കുന്നവരിൽ ഇത്തരം പ്രസ്താവനകൾ, പ്രത്യേകിച്ചും ഗർഭിണികളായിട്ടുള്ള ആൾക്കാരിൽ, ഗർഭം ധരിക്കാൻ പ്ലാൻ ചെയ്യുന്നവരിൽ, ഓട്ടിസം ഉള്ള കുട്ടികളുടെ അമ്മമാരിലൊക്കെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ അമ്മ അവരുടെ ഗർഭകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അത് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്ന് എന്നുള്ള നിലയിൽ, ഓവർ ദ കൗണ്ടറായിട്ട് ലോകം മൊത്തം മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കിട്ടുന്ന ഒരു മരുന്ന് എന്നുള്ള നിലയിൽ മിക്കവാറും ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ എൻ്റെ കുട്ടിക്ക് ഓട്ടിസം വന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ, ഒരു കുറ്റബോധം ഈ ആൾക്കാരിൽ ഉണ്ടാക്കാൻ ഇത് കാരണമാകും. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ യാതൊരുവിധ വസ്തുതയുമില്ല എന്നുള്ളതാണ് സത്യം.